നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് UPSC വഴി CBIയിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ CBIയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ്. അപ്പം ഓൺലൈനായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ടത്. UPSCയുടെ സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പം നവംബർ 9 മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ 28 വരെയാണ്. അപ്പോൾ ഈ ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇതിൻ്റെ പേ സ്കെയിൽ ഏകദേശം 45,000 മുതൽ 80,000 രൂപ വരെയാണ് പേ സ്കെയിൽ വരിക. പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ എന്നാണ്. ടോട്ടൽ 27 വേക്കൻസി ഉണ്ട്. ജനറൽ 8, OBC 9, SC/ST 4, 2, EWS 4 എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ്. അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും വരുന്നത് 35 വയസ്സ് വരെയാണ് മാക്സിമം ഇളവുകളോടെയുള്ള അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പം പ്രായപരിധി അല്ലാതെ പറയുന്നത് 27 ഇളവുകളോടെ റിസർവേഷൻ കാറ്റഗറിക്ക് 35 വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലോ കമ്പ്യൂട്ടർ സയൻസിലോ MSc, മാസ്റ്റേഴ്സ്, MCA ഏതുമുള്ളവർക്ക് മാസ്റ്റർ ഡിഗ്രിയും കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിപ്ലോമയും 3 വർഷത്തെ എക്സ്പീരിയൻസും. ഇതിനകത്ത് കുറച്ച് സ്കിൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് C++, വിഷ്വൽ C++, ഒറാക്കിൾ റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലെയുള്ള ഇതിൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് ഏതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസിൽ ഉപയോഗിച്ച് വിൻഡോസ് നെറ്റ്വർക്കിങ്ങിൽ പരിചയം ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇതിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC/ST PWD കാൻഡിഡേറ്റ്സിന് ഒന്നും ഫീസ് വരുന്നില്ല. പക്ഷേ മറ്റ് കാൻഡിഡേറ്റ്സിന് ചെറിയ ഫീസ് തുക വരുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ UPSC ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആദ്യം നോക്കുക. അതിൻ്റെ ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുത്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പം ഈ യോഗ്യതകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണെങ്കിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. CBIയിലൊരു ഒരു ജോലി നോക്കാൻ താല്പര്യപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അപേക്ഷിക്കാനുള്ള ലിങ്കും ബാക്കി നോട്ടിഫിക്കേഷനും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഓക്കെ, താങ്ക് യു.